വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സദസ്സിലെ പ്രിയ സഹോദരങ്ങളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മിൽ നിന്നും വിട പറഞ്ഞ പ്രശസ്ത സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനും രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സാമൂഹിക നായകനുമായ കൊച്ചേട്ടൻ, അദ്ദേഹത്തെക്കുറിച്ചുള്ള അനുസ്മരണ സംഗമത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. കൊച്ചേട്ടനെ കുറിച്ച് വളരെ ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും നിരീക്ഷകരും പണ്ഡിതരും നമ്മോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ, വിശേഷ തിരുവനന്തപുരത്തിൻ്റെ തന്നെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപക്ഷെ നമുക്ക് വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യാൻ കഴിയാതെ അല്ലെങ്കിൽ അവസരങ്ങൾ നൽകാതെ വരെ പോയ ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് കൊച്ചേട്ടനെ കുറിച്ച് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ദളിത് പിന്നാക്ക ജനവിഭാഗങ്ങളുടെ, പ്രത്യേകിച്ച് മാർജിനലൈസ് ചെയ്യപ്പെടുന്ന കമ്മ്യൂണിറ്റിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന പൊതുബോധത്തിനെതിരെ വളരെ ശക്തമായി പോരാടുകയും നിരന്തരം അതിനുവേണ്ടി കലഹിക്കുകയും ചെയ്ത ഭരണകൂടത്തോട് ധൈര്യത്തോടു കൂടി അത്തരം അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു നേതാവ് എന്ന നിലയിൽ കൊച്ചേട്ടൻ നൽകിയ സംഭാവനകളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നത് നമ്മളെ സംബന്ധിച്ച് അഭിമാനത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് വെൽഫെയർ പാർട്ടി അതിനെ മനസ്സിലാക്കുന്നത്. ഹിന്ദുത്വ ഭരണകൂടം സാംസ്കാരികമായും രാഷ്ട്രീയമായുമൊക്കെ അധികാരം നേടിയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിനെതിരെയുള്ള പോരാട്ടത്തിൽ കൊച്ചേട്ടൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഓർമ്മകൾ നമ്മളെ സംബന്ധിച്ച് ഒരു പോരാട്ടം തന്നെയാണ്. ആ നിലയ്ക്ക് ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെയും ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യ അതിഥികളായി പങ്കെടുക്കുന്ന വ്യത്യസ്ത സാമൂഹിക പ്രവർത്തകരുണ്ട്. ബഹുമാനനായ മോഹൻ ഗോപാൽ സാർ നമ്മുടെ ഈ പരിപാടിയിലെ പ്രധാന അതിഥിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കേണ്ടതില്ല. വെൽഫെയർ പാർട്ടിയുടെ കാര്യമായി തന്നെ അതിൻ്റെ വ്യത്യസ്ത പരിപാടികളിൽ പങ്കെടുക്കുകയും പ്രത്യേകിച്ച് വെൽഫെയർ പാർട്ടി ഉയർത്തുന്ന രാഷ്ട്രീയത്തോട്, അതിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളോട് എന്നും വളരെ സൗഹൃദത്തോടു കൂടി ചേർന്നിട്ടുള്ളൊരു നേതാവ് കൂടിയാണ് മോഹൻ ഗോപാൽ സാർ. നമുക്കറിയാം, നാഷണൽ ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുൻ ഡയറക്ടർ കൂടിയാണ്. മുമ്പ് വളരെ സജീവമായി തന്നെ, പ്രത്യേകിച്ച് പുതിയ കാലത്ത് റിസർവേഷനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ നടത്തുന്ന ഒരുപാട് പോരാട്ടങ്ങളിൽ നമുക്ക് വലിയ ഉപദേശ നിർദ്ദേശങ്ങൾ തരുന്ന നേതാവ് കൂടിയാണ്. ആ നിലയ്ക്ക് മോഹൻ ഗോപാൽ സാറിനെ വളരെ ഹാർദമായി ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ നമ്മളിവിടെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ വിജയകുമാർ, അദ്ദേഹം KPMSൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡൻ്റാണ്. അദ്ദേഹവും ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് നമുക്ക് ഏവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. CMBയുടെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനായ MT ഷാജു സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ J. രഘുവേട്ടൻ ഇവിടെയുണ്ട്. അദ്ദേഹവും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ലെഫ്റ്റ് ക്ലിക്കിൻ്റെ എഴുത്തുകാരൻ, അതേപോലെ തന്നെ സാമൂഹിക പ്രവർത്തകൻ വിനോദേട്ടൻ ഇവിടെയുണ്ട്. വിനോദേട്ടനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അംബേദ്കർ കൾച്ചറൽ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നേതാവും അതേപോലെ തന്നെ സാമൂഹിക പ്രവർത്തകനും
വെൽഫെയർ പാർട്ടിയുടെ ഒരു സഹചാരിയും കൂടിയായ കരവളം സത്യകുമാർ സാർ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദളിത് സാമൂഹിക രംഗത്ത് നമുക്കേറെ പരിചിതനായ പ്രിയ സുഹൃത്തു കൂടിയായ സംഗീതജ്ഞൻ കൂടിയായ എസ് അജിത്തേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും ധാരാളം അതിഥികൾ നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തേണ്ടതുണ്ട്. എത്തുമെന്നവർ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ പരിപാടി സമയം ഇനിയും വൈകാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ഒരു പരിപാടി ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ചർച്ച വളരെ ഗുണപ്പെടുന്ന, പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് നമുക്ക് വലിയ മുന്നേറ്റങ്ങൾക്ക് കരുത്ത് പകരുന്ന ഒരു സമ്മേളനം കൂടിയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുന്ന ബഹുമാന്യനായ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന ട്രഷറർ സജീദ് ഖായും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട്, സർവോപരി ഈ പരിപാടി വീക്ഷിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്ന പ്രിയ സഹപ്രവർത്തകർ, വ്യത്യസ്ത മേഖലയിലെ സാമൂഹിക പ്രവർത്തകർ എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാന്യനായ സജീദ് ഖാലി സാറിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.